സോ ബാഴ്സലോണ വേഴ്സസ് LK മാച്ച്. ബാഴ്സലോണ 3-1 എന്നുള്ള സ്കോറിന് വിജയിച്ചു. ഈ മാച്ചിനെ കുറിച്ച് കാര്യമായിട്ട് ഇപ്പോൾ വലുതായിട്ടൊന്നും പറയാനൊന്നുമില്ല. LKക്കെതിരെ LKയുടെ ഹോം ഗ്രൗണ്ടിലായിരുന്നു മാച്ച് ഉണ്ടായിരുന്നത്. സോ എന്താ പറയുക, ലമീൻ യമാൽ പുൾ ഔട്ടായില്ല, വെരി ഗുഡ് പെർഫോമൻസ്. യമാൽ എന്താ പറയുക, യമാൽ ഈസ് ഡേ ബൈ ഡേ ഈസ് ഇംപ്രൂവിങ് ഹിസ് പെർഫോമൻസ്. ഓക്കെ, ലാസ്റ്റ് സീസണിൽ കണ്ടൊരു ഫയർ ലമീൻ യമാൽ ഈ ഒരു സീസണിൽ ഇല്ല. ഓക്കെ, അതൊരു സത്യമാണ്. പക്ഷേ ഡിസംബറിലെ പ്ലെയർ ഓഫ് ദ മന്ത്, ഐ തിങ്ക് നവംബറിലെയും പ്ലെയർ ഓഫ് ദ മന്ത് ലമീൻ യമാൽ തന്നെയാണെന്നാണ്, ഇഫ് ഐ എം നോട്ട് റോങ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലമീൻ യമാൽ ഈസ് ഇൻ ഗുഡ് ഫോം, ബട്ട് ഈസ് ഇംപ്രൂവിങ് ഹിംസെൽഫ്. ലാസ്റ്റ് സീസണിൽ ആ ഒരു ഫയർ കാണില്ല. അപ്പോൾ ലാസ്റ്റ് സീസണിൽ നമ്മൾ ഇന്റർ മിലാനെതിരെ കണ്ട, അല്ലെങ്കിൽ ഒരു എൽ ക്ലാസിക്കോയിൽ കണ്ട ഒരു ലമീൻ യമാൽ നമുക്ക് ഈ ഒരു സീസണിൽ നമുക്ക് അത്രയും ഫയറിൽ നമുക്ക് ഈ ഒരു സീസണിൽ കാണാൻ പറ്റിയിട്ടില്ല. ദാറ്റ്സ് എ ഫാക്ട്. പക്ഷേ ഡേ ബൈ ഡേ ഈസ് ഇംപ്രൂവിങ്, ഈസ് മെയിൻറ്റെയിനിങ് ഹിസ് ക്ലാസ്, ഈസ് മെയിൻറ്റെയിനിങ് ഹിസ് ഫോം. അതൊരു ഒരു വളരെ വലിയൊരു കാര്യമാണ് ബാഴ്സലോണ ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം. പെഡ്രി, റാഫീഞ്ഞ, യമാൽ ഇവർ 3 പേരും ഫോമായില്ലെങ്കിൽ ബാഴ്സലോണ ഒന്നുമല്ലാത്തൊരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ. ഓക്കെ, പക്ഷേ ബാഴ്സലോണ ആസ് പെർഫോമിങ് ആസ് എ ടീം. ഓക്കെ, ഇപ്പോൾ ഈ കഴിഞ്ഞ മാച്ചിൽ ഫ്രങ്കി ഡിയോങ് നല്ലൊരു പെർഫോമൻസ് പുൾ ഓഫ് ചെയ്തു LKക്കെതിരെ. അങ്ങനെ മൊത്തത്തിൽ അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എത്ര ചാൻസാണ് കിട്ടിയത് കഴിഞ്ഞ മാച്ചിൽ, കൈയും കണക്കില്ല. അപ്പോൾ ഫസ്റ്റ് ആ ഒരു ലമീൻ യമാൽ ഗോൾ 5ാമത്തെ മിനിറ്റിൽ വന്നതിന് ശേഷം പിന്നെ എത്ര ചാൻസ് കിട്ടി. ഫെർമിൻ ലോപ്പസിനായിക്കോട്ടെ, ഫെറാൻ ടോറസിനായിക്കോട്ടെ. ഫെറാൻ ടോറസിൻ്റെ ഒക്കെ ഒരു ഡബിൾ ക്രോസ് ബാർ ഹിറ്റിംഗ് ഒരു ഷോട്ട് ഉണ്ടായിരുന്നു. ആദ്യം ഒരു ഷോട്ട് അടിച്ചു, ക്രോസ് ബാറിൽ ഹിറ്റ് ചെയ്തു, അദ്ദേഹത്തിന് വീണ്ടും ഒരു ഹെഡ് കിട്ടി, അതും ക്രോസ് ബാറിൽ തട്ടി ഹിറ്റ് ചെയ്തു, പോയി. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് സിറ്റുവേഷനിലുള്ളൊരു മൊമെൻ്റൊക്കെ ഉണ്ടായിരുന്നു. ഫെർമിൻ ലോപ്പസിന് അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല ചാൻസസ് ഒക്കെ കിട്ടിയിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അതൊന്നും ഗോളാക്കാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ എന്നാലും ആദ്യം 5ാമത്തെ മിനിറ്റിൽ ഓൾമോ ലാസസിൽ നിന്നും ഗോൾ കീപ്പറേയും കട്ട് ചെയ്ത് ലമീൻ യമാൽ ഒരു ഗോൾ സ്കോർ ചെയ്തു. അത് കഴിഞ്ഞ് നമ്മുടെ ഫെറാൻ ടോറസ്, ലമീൻ യമാലിൻ്റെ ഒരു അറ്റാക്കിൻ്റെ റിസൾട്ടായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ബോൾ കിട്ടുന്നു. ഫെറാൻ ടോറസ് ഒരു ഗോൾ സ്കോർ ചെയ്തു ഫസ്റ്റ് ഹാഫിൽ തന്നെ. 2-1 എന്നുള്ളൊരു സ്കോറായിരുന്നു. LK അതിൻ്റെ ലമീൻ യമാലിൻ്റെ ഗോളിന് ശേഷം LK ഒരു ഗോൾ സ്കോർ ചെയ്തിരുന്നു. ഒരു കിട്ടില്ല ത്രൂ ബോൾ, ബാഴ്സലോണയുടെ ഡിഫൻസിനെ ബ്രേക്ക് ചെയ്തിട്ട് ഒരു ത്രൂ ബോൾ കൊടുത്തു. LKയുടെ അൽവാരോ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലെയർ ഈസി ആയിട്ട് അത് ഗോൾ സ്കോർ ചെയ്തു. യാൻ ഗാർസിയ അവിടെ ബീറ്റായി. അദ്ദേഹത്തിൻ്റെ ക്ലീൻ ഷീറ്റിൻ്റെ ഒരു റെക്കോർഡ് ഇങ്ങനെ ചെറുതായിട്ട് ഇപ്പോൾ ബ്രേക്കായി പോയിക്കൊണ്ടിരിക്കുകയാണ്. റയൽ സോസിഡാഡിനെതിരെ 2 ഗോൾ കൺസീഡ് ചെയ്തു. ഈ ഒരു മാച്ചിൽ 1 ഗോൾ കൺസീഡ് ചെയ്തു. അങ്ങനെ മൊത്തത്തിൽ ഓക്കെ ഓൾ ഇൻ ഓൾ. പക്ഷേ ഫോം ഔട്ടാണെന്നൊന്നും പറയാൻ പറ്റില്ല. ചില സമയത്ത് യാൻ ഗാർസിയയുടെ നല്ല നല്ല സേവുകളും ഉണ്ട്. ഓക്കെ, പിന്നെ എറിക് ഗാർഷ്യ, അദ്ദേഹം ഇപ്പോൾ ഷോട്ട് വല്ലാണ്ട് മാച്ചസിൽ എടുക്കുന്നുണ്ട്. അതും നല്ലൊരു കാര്യമാണ്. കഴിഞ്ഞ മാച്ചിൽ റയൽ സോസിഡാഡിനെതിരെ തന്നെ, റയൽ സോസിഡാഡല്ല കോപ്പൻഹാഗനെതിരെയൊക്കെ 1-0 എന്നുള്ള സ്കോറിന് ഡൗൺ ആയിരുന്ന സമയത്ത് എറിക് ഗാർഷ്യ കാണിച്ചൊരു ടൈപ്പ് ഓഫ് എഫേർട്ട് ഉണ്ട് ഗോൾ സ്കോർ ചെയ്യാൻ വേണ്ടി. അതും ഒരു നല്ലൊരു എന്താ പറയുക ജസ്റ്ററാണ് ഫ്രം ബാഴ്സലോണ ടീം എന്ന് പറയുന്നത്. അങ്ങനെ മൊത്തത്തിൽ പെഡ്രി ഇഞ്ചോർഡ് ആണ്. അതുകൊണ്ട് തന്നെ ഫ്രങ്കി ഡിയോങ്, പിന്നെ അതുപോലെ തന്നെ എറിക് ഗാർഷ്യ, ഐ തിങ്ക് ഫ്രങ്കി ഡിയോങ്, ഓൽമോ, അവർ 2 പേരായിരുന്നു മിഡ്ഫീൽഡിൽ തന്നെ. ആ ഒരു നമ്പർ 10 റോളിൽ ഫെർമിൻ ലോപ്പസ് അങ്ങനെയൊക്കെ ആയിരുന്നു ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ലെഫ്റ്റിൽ റാഫീന, റൈറ്റിൽ ലമീൻ യമാൽ, സ്ട്രൈക്കറായിട്ട് ഫെറാൻ ടോറസ്, ലെവൻഡോസ്കി എല്ലാം ഇറങ്ങിയത്. അപ്പോൾ മൊത്തത്തിൽ ബാഴ്സലോണ ടീം ഇപ്പോൾ പോയിന്റ് ടേബിളിലും ടോപ്പിൽ നിൽക്കുകയാണ്, അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് റയൽ മാഡ്രിഡിൻ്റെ മാച്ച് ഉണ്ട്. സോ അവർ വിജയിച്ചാലും ബാഴ്സലോണ തന്നെ ആയിരിക്കും ടോപ്പിലുണ്ടാവുക. 1 പോയിൻറ്റിൻ്റെ വ്യത്യാസമുള്ളൂ. പക്ഷേ ബാഴ്സലോണക്ക് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കണം. അതൊരു വളരെ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. ഇമ്പ്രൂവ് ചെയ്യുക മീൻസ് മാച്ച് വിജയിച്ചുകൊണ്ടേയിരിക്കണം. ഒരു സമനിലയായ ബാക്കിൽ കഴുകന്മാരെ പോലെ കാത്ത് നിൽക്കുകയാണ് റയൽ മാഡ്രിഡ് എന്ന് പറയുന്നത്. സോ ബാഴ്സലോണ പിന്നെ റൗണ്ട് ഓഫ് 16 ചാമ്പ്യൻസ് ലീഗിൻ്റെ റൗണ്ട് ഓഫ് 16 ഡയറക്റ്റ്ലി ക്വാളിഫൈ ആയിട്ടുണ്ട്. ബാഴ്സലോണക്ക് ചിലപ്പോൾ മേ ബി PSG കിട്ടാം, AS മൊണോക്കോയെ കിട്ടാം, ന്യൂ കാസിൽ യുണൈറ്റഡിനെ കിട്ടാം, ഗരാക് എന്ന് പറഞ്ഞിട്ടുള്ള ടീം കിട്ടാം. ഈ 4 ടീമിൽ ഏതെങ്കിലും ഒരു ടീമായിരിക്കും റൗണ്ട് ഓഫ് 16 ഉണ്ടാവുക. മോസ്റ്റ് പ്രോബബ്ലി ന്യൂ കാസിൽ യുണൈറ്റഡ് ഓർ PSG, ഇത് 2 അതിലൊന്നാവാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ്. ഓക്കെ, നമ്മുടെ പ്രഡിക്ഷൻ, ഓക്കെ വെറുതെ പ്രഡിക്ഷൻ മാത്രമേ ഉള്ളൂ, എന്ത് വേണേലും സംഭവിക്കാം, അത് വേറെ കാര്യം. സോ നമുക്കിനി ബാക്കി നോക്കാം. ഈ മാച്ചിൽ 3-1 സ്കോറിന് വിജയിച്ചു. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. LKയിൽ പോയി വിജയിച്ചു. പോയിന്റ് ടേബിളിൽ ഒരു 3 പോയിൻറ്റ്സ് കിട്ടി, സെറ്റ്. ഇനി റയൽ മാഡ്രിഡ് വിജയിച്ചാലും പോയിന്റ് ടേബിൾ സ്റ്റിൽ ബാഴ്സലോണ തന്നെ ആയിരിക്കും. ബാഴ്സലോണ ആസ് എ ടീം നല്ലൊരു പെർഫോമൻസ് പുൾ ഓഫ് ചെയ്യുന്നുണ്ട് കേട്ടോ, അത് നമ്മൾ പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ ലാസ്റ്റ് ബെൻഫിക്കയ്ക്കെതിരെ റയൽ മാഡ്രിഡിനെ ഹൊസെ മൊറീനോ മാച്ച് കഴിഞ്ഞതിന് ശേഷം ഹൊസെ മൊറീനോ പറഞ്ഞൊരു കാര്യമുണ്ട്, റയൽ മാഡ്രിഡ് എന്ന് പറയുന്നത് ആ ടീമിനെ നിങ്ങൾ ഒരിക്കലും പേടിക്കണ്ട, ഓക്കെ അതിലുള്ള പ്ലേയേഴ്സിനെ പേടിച്ചാൽ മതി എന്നാണ് ഹൊസെ മൊറീനോ പറഞ്ഞത്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റയൽ മാഡ്രിഡ് ടീംസിൻ്റെ ഒരു ഇൻഡയറക്റ്റ് ഹൂക്കല്ലേ അത്. ഓക്കെ, ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. കാരണം ഒരു ടീമായിട്ട് പെർഫോം ചെയ്യുമ്പോഴേ അതിനൊരു ഇമ്പോർട്ടൻസ് ഉള്ളൂ. കാരണം ഒരു പ്ലെയർ ഫോമായില്ല, ഒരു പ്ലെയർ ഫോമായ മാച്ച് വിജയിക്കും, ഒരു പ്ലെയർ ഫോമായില്ലെങ്കിൽ മാച്ച് വിജയിക്കില്ല. ദാറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. അത് ആ ഒരു ടീമിൻ്റെ ഡീമെറിറ്റാണ് ഫോർ മീ. ഓക്കെ, ആസ് എ ടീം ഒരു ടീമായിട്ട് പെർഫോം ചെയ്യണം, അതാണ് റയൽ മാഡ്രിഡ് എന്ന് പറയുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ അങ്ങനെയല്ല ഇപ്പോൾ റയൽ മാഡ്രിഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ബാഴ്സലോണ ആസ് എ ടീം നല്ല പെർഫോമൻസ് പുൾ ഓഫ് ചെയ്യുന്നുണ്ട്. ഓക്കെ,
ഇപ്പോൾ പെഡ്രി ഇല്ലാത്തപ്പോഴാണെങ്കിലും മിഡ്ഫീൽഡിൽ ഓൾമോ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അഡ്ജസ്റ്റ് ചെയ്യാൻ മീൻസ് അത്ര അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല, പക്ഷേ ഓൾമോ നല്ലൊരു ബോൾ അങ്ങോട്ട് എത്തിച്ച് കൊടുക്കുന്നുണ്ട്. ഫ്രാങ്കി ഡിയോങ് കുറച്ചും കൂടി കയറി വന്ന് അപ്പുറത്ത് ഡിഫെൻഡിങ് ആയിട്ടും കളിക്കുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഒരു നല്ല ഇതിൽ റിതത്തിൽ പൊക്കോണ്ടിരിക്കുകയാണ് ബാഴ്സലോണ. പിന്നെ അതുപോലെ ഡിഫൻസ് ഷോക്കാണ് കമ്പാരിറ്റീവ്ലി. അപ്പോൾ ആ ഒരു ആൽവാരോടെ ആ ഒരു ഗോൾ വന്ന സമയത്ത് ഡിഫൻസ് എത്ര പെട്ടെന്ന് സ്പ്ലിറ്റായി പോയത്, ഹൈലൈനൊക്കെ ബ്രീച്ചായി. പിന്നെയും ഗോൾ സ്കോർ ചെയ്തിരുന്നു, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് ഓഫ് സൈഡായി ഹൈലൈനിൽ വീണു. അവർ ചില സമയത്ത് ബ്രീച്ച് ആവുന്നുണ്ട്. ഗോൾ കീപ്പർ ഇവാൻ ഗാർസിയ ചില സമയത്ത് സേവ് ചെയ്യുകയാണ് ഓഫ് സൈഡ് അല്ലാത്ത ബോളുകളൊക്കെ. അപ്പോൾ ഡിഫൻസ് ഒന്നുകൂടിയും സെറ്റപ്പാക്കി എടുക്കണം എന്ന് തന്നെയാണ് ബാഴ്സലോണയുടെ എൻ്റെ അഭിപ്രായം. പക്ഷേ സ്റ്റിൽ നമ്മൾ ഈ സീസണിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് സ്റ്റിൽ ഇപ്പോഴും ഡിഫൻസ് അറ്റാക്കിങ്ങിൽ പിടിച്ച് നിൽക്കുകയാണ് ബാഴ്സലോണ എന്ന് പറയുന്നത്. ഓക്കെ, അറ്റാക്കിങ്ങിലും മിഡ്ഫീൽഡിലും ഡിഫൻസ് കമ്പാരിറ്റീവ്ലി ശോകമാണ്. ഇനി എന്താവും എന്നറിയില്ല. ബിഗ് ഗെയിംസ് വരുന്ന സമയത്ത് ഇനിയിപ്പോൾ റൗണ്ട് ഓഫ് 16 ഒന്നല്ലേ PSG അല്ലെങ്കിൽ ന്യൂകാസിൽ വരും എന്ന് വിചാരിച്ചു. ന്യൂകാസിൽ അത്ര അധികം ബിഗ് ഫിഷ് അല്ല ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ എന്നാലും അവരും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒപ്പമുണ്ടാണ്. ഇനി ഇൻ കേസ് PSG കിട്ടുകയാണെങ്കിൽ PSG ഇപ്പോൾ ഓൾറെഡി ഈ ഒരു സീസണിൽ നമ്മൾ ചാമ്പ്യൻസ് ലീഗിൽ PSG വേഴ്സസ് ബാഴ്സലോണ ഒരു മാച്ച് കണ്ടു. ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ 2-1 സ്കോറിന് പരാജയപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഓക്കെ, അപ്പോൾ അതുപോലെ ബിഗ് ഫിഷസ് വരുന്ന സമയത്ത്, ബിഗ് ഗെയിംസ് വരുന്ന സമയത്ത് ബാഴ്സലോണയുടെ ഈ ഒരു ഡിഫൻസ് അവരുമായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റുമോ, അതൊക്കെ ഒരു ചോദ്യം തന്നെയാണ്. ഓക്കെ, ദാറ്റ്സ് എ ബിഗ് ക്വസ്റ്റ്യൻ. അറിയില്ല എന്താവും എന്നുള്ളത്. അറ്റാക്കിംഗ് ഈസ് വേൾഡ് ക്ലാസ്, മിഡ്ഫീൽഡ് ഈസ് വേൾഡ് ക്ലാസ്, അതിലൊന്നും നമുക്കൊരു ഡൗട്ടില്ല. പക്ഷേ ഡിഫൻസ് ദാറ്റ്സ് ഒരു അബോവ് ആവറേജ് മാത്രമാണ് കറൻ്റ്ലി ബാഴ്സലോണയുടെ. അതിനി ബാഴ്സലോണ എപ്പോഴും സെറ്റാക്കിയെടുക്കും അറിയില്ല. സീസൺ പകുതി കഴിഞ്ഞു, ഇപ്പോഴും സ്റ്റിൽ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഡിഫൻസ് ഒരു പ്രശ്നമാണ് എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനേ പറ്റൂ. സോ നമുക്ക് നോക്കാം എന്തായാലും. താങ്ക് യു സോ മച്ച്.